ഓക്കെ, ടീച്ചർ പൂർത്തിയാക്കിയതായിട്ട് മനസ്സിലാക്കുന്നു. നമുക്ക് നല്ല പുതിയ ആളുകളിലേക്ക് പോവാം. എല്ലാവരും അവരുടെ നിരീക്ഷണം പറയട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വിഷയം ഇന്നിപ്പോൾ ഈ വിഷയം ആരംഭിച്ചിട്ട് അല്പ ദിവസങ്ങളായി. ഇതുവരെ ഇതിനൊരു ശമനം കണ്ടിട്ടില്ല. നമ്മുടെ മതമൈത്രിക്കും മതസൗഹാർദ്ദത്തിനും കോട്ടം തട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ കേരളം. അത് ആ പരിക്കുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചകൾ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും റീചാർജ് താങ്കൾ അവൈലബിൾ ആണോ? താങ്കൾ മുമ്പേ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റീചാർജ് ഓക്കെ, വെൽക്കം. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതിനൊരു സെക്കൻഡ്. അതായത് ഇവിടെ എല്ലാവരും പറഞ്ഞു നിൽക്കാണ് ഈ ഇസ്ലാമിക രാജ്യമായിട്ടുണ്ട്, ഇസ്ലാമിക രാജ്യമായിരുന്നു. ഇവിടെ ഞാൻ ഓൾറെഡി ഇപ്പൊ ഹിന്ദു രാജ്യമാണ്. ഇവിടെ ഹിന്ദു രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത് ഇവിടെ ആരും മിണ്ടുന്നില്ല. ഇവിടെ പറയുന്നത് വെറും 17% മുസ്ലിങ്ങള് രാജ്യം വെച്ചാൽ എന്താവും, രാജ്യം വെച്ചാൽ ഇത് അടുത്ത രസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിച്ചേൽപ്പിക്കലില്ല. പക്ഷെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇപ്പൊ എന്നിട്ട് നേരെ പറയുന്ന മുസ്ലിങ്ങൾ പിന്നെ ഈ ട്രസ്റ്റ് ദോഷം നടത്തുക. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇവര് പറയുന്നത്? അവിടെ നിക്ക് സുഹൃത്തെ, നഞ്ചെന്തിനാ നന്നാഴി? ഭൂരിപക്ഷം വരുന്ന യൂറോപ്യന്മാര് ജീവിക്കുന്ന രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി നിങ്ങളിൽപ്പെട്ട 1 or 2 പേരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇക്കണ്ട കലാപങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഒരു മുസ്ലിം കുട്ടി വിചാരിച്ചപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 2 ദിവസം അടച്ചിടേണ്ടി വന്നു. അദ്ദേഹത്തെ കൂടുതൽ പറയാൻ അനുവദിക്കരുത്. ഒന്നാമത്തെ കാര്യം, കാരണം ഈ വിവരക്കേടിന് നമ്മളും കൂടി സാക്ഷിയാകുന്നു എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോകുന്ന ഓരോ പോയിന്റുകളും നമ്മൾ അപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തേ മതിയാകൂ. കാരണം യൂട്യൂബിൽ വരുമ്പോൾ 10 മിനിറ്റ് ആണ് നമ്മൾ പൊട്ടിച്ചിടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇയാൾ പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വെറും 17% വരുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ഈ 17% വരുന്ന മുസ്ലിങ്ങൾ കാരണം ബാക്കി 83% ഇവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. ഇദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ വിടരുത്. അയാൾ പറയുന്നത് എന്താ, ഓരോ പോയിന്റിനും നമുക്ക് മറുപടി ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ 100% യൂറോപ്യന്മാരാ ജീവിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനികളും യഹൂദന്മാരുമാ ജീവിക്കുന്നത്. അല്ലല്ല, ഇന്ത്യയിൽ സംഘപരിവാർ ന്യൂനപക്ഷങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1 to 1 പോകേണ്ടതല്ലോ. നമ്മൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള അഭിപ്രായം പറയാം. അദ്ദേഹം ആ സംഘപരിവാറിനെ കുറിച്ച് പറയട്ടെ, അതിന് മറുപടി ഞാൻ കൊടുക്കാം. അയാൾ പറയട്ടെ. ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഗവൺമെന്റ് ഹിന്ദുക്കൾക്ക് ബിജെപിയും ആർഎസ്എസും മത അജണ്ടയാണ് വെച്ചിട്ട് ഭരിക്കുന്നത്. അപ്പൊ അത് നിന്നുകൊണ്ട് അതിനെ വിമർശിക്കാതെ 17% വരുന്ന കേവലം ഒരു കാലത്ത് പോലെ 100 വർഷം കഴിഞ്ഞാൽ പോലും 80% എത്താത്ത മുസ്ലിങ്ങളെ വെച്ചിട്ടാണ് ഇവർ പ്രൊപ്പഗണ്ട നടക്കുന്നത്. ഇവർ രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ട്രസ്റ്റ് ലോസ് ആയത്. കാരണം ഓൾറെഡി നമുക്ക് പറയാം ഈ ട്രസ്റ്റ് ലോസ് മുസ്ലിങ്ങൾക്കെതിരെ വെച്ചെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കറിയാം ഇവരെ ഈ യാത്രകൾ പള്ളികൾ ഈ പറയുന്ന കവർ ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. അതായത് ഇവരൊരു യാത്ര ഈ പറയുന്ന എന്തെങ്കിലും ഒരു ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അന്യ മതത്തിൽ ജീവിക്കാൻ പറ്റില്ല. വളരെ വിത്ത് എവിഡൻസ് തെളിവായിട്ടൊക്കെ ഞാൻ ഇവിടെ വെക്കാം. ജാമിത ഇപ്പോ 6 തൊട്ടോ ഈ കബറിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ മുസ്ലിമാണ് ബായി വെച്ച് പുറത്തിട്ട് ബലാത്സംഗം ചെയ്യുന്ന യോഗികളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജാമിത മിണ്ടിയോ? ഇപ്പൊ ജാമിത കോഴൂതിക്കോ? മറുപടി ഞാൻ തരാം. യോഗിയുടെ നാട്ടിലല്ല ശവഭോഗം നടക്കുന്നത്. യോഗിയുടെ നാട്ടിലല്ല, പാകിസ്ഥാനിലെ കബറുകൾക്ക് പൂട്ടിടുന്നത് തലോടി കണ്ടിരുന്നോ? ശവഭോഗം നടത്താതിരിക്കാൻ വേണ്ടി. പിന്നെ എന്തു പറഞ്ഞാലും സംഘപരിവാരങ്ങളുടെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടുന്ന നിങ്ങളുണ്ടല്ലോ. ഇക്കഴിഞ്ഞ ഏകദേശം 2014 മുതൽ നരേന്ദ്രമോദി ഭരിക്കുന്നുണ്ട് ഈ രാജ്യം. ഈ അധികാരത്തിലിരുന്ന സമയത്തൊക്കെ കേരളത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ദ്രോഹിച്ചതാരായിരുന്നു? കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതേതര വിശ്വാസികൾക്കും പ്രശ്നമുണ്ടാക്കിയത് സംഘപരിവാറായിരുന്നോ? യോഗി ആദിത്യനാഥ് ആയിരുന്നോ? ഞാൻ പറഞ്ഞു തരാം. എണ്ണി ഇടുക്കിയിലെ മെത്രാനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു, അരമനെ അടിച്ച് തകർത്തു. അതിന്റെ പിന്നിൽ ആരായിരുന്നു? നിങ്ങൾ ഈ പറഞ്ഞ 17% വരുന്ന ആളുകളാ. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെടുത്തത് സംഘപരിവാറായിരുന്നോ? മുസ്ലിം കുട്ടികളുടെ കൺമുമ്പിൽ വെച്ച് മറ്റു കുട്ടികൾക്ക് പന്നിമാംസം വിളമ്പി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട എരുമേലിയില്
കായിക അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും സ്കൂളിൽ കയറി തല്ലിച്ചതച്ച് വലിയ രൂപത്തിൽ ഒരു കലുഷിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് സംഘപരിവാറായിരുന്നോ? ഈ 17% വരുന്ന നഞ്ചെന്തിന് നന്നാഴി അവരായിരുന്നു. ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മോസ്കാക്കി മാറ്റിയതിനെ അഭിനന്ദിച്ച് ലേഖനമെഴുതി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത്, പ്രക്ഷോഭമുണ്ടാക്കാൻ ശ്രമിച്ചത്, വർഗീയ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചത് സംഘപരിവാറായിരുന്നോ? പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ നന്നു പറഞ്ഞതുപോലെ 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല എന്ന് CAA പ്രശ്നം വന്നപ്പോൾ പബ്ലിക്കായിട്ട് ഇവിടെ പ്രക്ഷോഭമുണ്ടാക്കിയത് ആരായിരുന്നു? യഹ്യാ സിൻവാറിനു വേണ്ടിയും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടിയും ലോകം 14ഓളം രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരവാദികളാണ് എന്ന് മുദ്ര കുത്തിയ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് അവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് പ്രകടനം സൃഷ്ടിച്ച സമയത്ത് ഈ കേരളം മുഴുവനും കണ്ണീരിലായിരുന്നു. വയനാട് ചൂരൽമല ആ ദുരന്തത്തിൽ കണ്ണീരിലായിരുന്ന സമയത്ത് തീവ്രവാദികൾക്ക് വേണ്ടി ശബ്ദിച്ചത് നിങ്ങൾ ഈ പറഞ്ഞ 17% വരുന്ന ജിഹാദി പ്രവർത്തകരായിരുന്നു. അരിയും മലരും കുന്തിരിക്കവും ഒക്കെയായി ഈ കേരളത്തിൽ മുഴുവനും പ്രകടനങ്ങളുമായി നടന്നത് ആരായിരുന്നു? അമുസ്ലിങ്ങളുടെ ചോരയ്ക്ക് വേണ്ടി കാത്തു നടന്നത് ആരായിരുന്നു? വാളും മിനുക്കി പാലാ പിതാവിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പള്ളിക്കു ചുറ്റും വലിയ രൂപത്തിൽ മാർച്ച് ഉണ്ടാക്കിയത്, കേസെടുപ്പിച്ചത്, അദ്ദേഹത്തിന്റെ തലയെടുക്കണം, നാവെടുക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കിയത് ആരായിരുന്നു? സംഘപരിവാറായിരുന്നോ? ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ച് ക്രിസ്ത്യാനികളുടെ വികാരം ഇളക്കി വിടാൻ ശ്രമിച്ചത് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു ജിഹാദിയും അവനെ താങ്ങിയ ഈ 17% വരുന്ന നിങ്ങളിൽപ്പെട്ട ആളുകളുമായിരുന്നു. ആന്റണി തറേക്കടവിൽ ആ അച്ഛൻ എന്താ പറഞ്ഞത്? ഹലാലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാമെങ്കിൽ ഹലാലിനെതിരെ പറയാൻ ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റ്സ് ആണ്. അദ്ദേഹത്തിനെതിരെ കൊലവിളി മുഴക്കിയത് ആരായിരുന്നു? അദ്ദേഹത്തിനെതിരെ കേസെടുപ്പിച്ചത് ആരായിരുന്നു? സംഘപരിവാറായിരുന്നോ? ന്യൂനപക്ഷ സംരക്ഷണ ആനുകൂല്യം 80% മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ പ്രകടനം ഉണ്ടാക്കിയത് സംഘപരിവാറായിരുന്നോ? ലവ് ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തിയ വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് സംഘപരിവാറായിരുന്നോ? പള്ളിമേടയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുറ്റത്തേക്ക് ഇടിച്ചു കയറി സഹവൈദികനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച 18 വയസ്സ് പോലും തികയാത്ത 10-20ഓളം ജിഹാദി കുഞ്ഞുങ്ങൾ സംഘപരിവാറന്മാരായിരുന്നോ? ഹിജാബ് വിഷയത്തിന്റെ പേരിൽ വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞുവെച്ച് മൈമ കളിച്ചപ്പോൾ പർദ്ദയിട്ടു എന്ന കാരണത്താൽ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ച് അവരുടെ പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തേക്ക് കുറെ ജിഹാദി കൂട്ടങ്ങൾ ഇടിച്ചു കയറി അവരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് വീഡിയോ ഇട്ട് ലൈവ് ഇടിപ്പിച്ചത് സംഘപരിവാറായിരുന്നോ? പുൽക്കൂട് തകർത്തുണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞ് ഇതെന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ഇവിടെ വർഗീയ കലാപം ഇളക്കി വിടാൻ ശ്രമിച്ചത് സംഘപരിവാറായിരുന്നോ? ഇവിടെ നമ്മുടെ ഗുരുവായൂര് തുണി പൊക്കി സുനയ്ക്കടുത്ത് നിന്നൊരു മുടി പറിച്ച് തുളസിത്തറയിലിട്ട് ഹിന്ദുക്കളുടെ വികാരം ഇളക്കി വിടാൻ ശ്രമിച്ച് ഇവിടെ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് സംഘപരിവാറായിരുന്നോ? താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് ക്രിസ്ത്യാനികളെ ഇളക്കി വിടാൻ ശ്രമിച്ചത് സംഘപരിവാറായിരുന്നോ? കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിശുദ്ധ കുരിശ് അവർക്കത് വിശ്വസിക്കാൻ റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിശുദ്ധ കഅബ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് പോലെ തന്നെ അതിനെ അവഹേളിച്ച് കണ്ടില്ലേ? ഗ്യാൻവാപ്പി എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ നടക്കുന്നു. അതിനകത്ത് തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഏത് കല്ലിനെ കണ്ടാലും നിങ്ങൾ ഉച്ചയും കുത്തി മറിയും ശിവലിംഗമാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ BJP വക്താവായിട്ടുള്ള ഒരു സ്ത്രീ നൂപുർ ശർമ്മ അഡ്വക്കേറ്റ്, അവർക്കെതിരെ കേരളത്തിൽ വലിയ രൂപത്തിൽ പ്രകടനങ്ങൾ ഉണ്ടാക്കിയത്, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത് സംഘപരിവാറായിരുന്നോ? ഹിജാബ് വിഷയത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ ലക്ഷ്യമിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ, എന്താ ഞങ്ങൾ കുച്ചിയും കുത്തി മറിയാൻ സ്ഥലം തന്നാലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് സംഘപരിവാറാണോ? കർത്താവായ യേശു ക്രിസ്തു അവര് വിശ്വസിക്കുന്നവരാണ്, പിഴച്ചു പെറ്റവനാണെന്ന് പറഞ്ഞ ഈ വിഭാഗം, ഈ മതപുരോഹിതന്മാർ ഏത് രൂപത്തിലാണ് ഇവിടുത്തെ മതേതരത്വം പുൽകി വാഴുന്നു എന്ന് പറയുന്നത്? അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർത്തത് എന്തിനു വേണ്ടിയായിരുന്നു? സംഘപരിവാറായിരുന്നോ? അതുകൊണ്ട് നമ്മളെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി അരിയും മലരും കുന്തിരിക്കവും വാങ്ങി കയ്യിൽ കൊടുത്തത് ഒരു 9 വയസ്സുകാരനായ കുട്ടിക്കാലനെ തോളിലിരുത്തി മുദ്രാവാക്യം വിളിപ്പിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല.
ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും ഒക്കെ ലവ് ജിഹാദിന്റെ കെണിയിൽ അകപ്പെടുത്തി ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അവരെയൊക്കെ പിന്നീട് ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും അതുപോലെ സെക്സ് റാക്കറ്റിന്റെയും ഒക്കെ കണ്ണിയാക്കി മാറ്റി ഒരു മണി ചെയിൻ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് സുഹൃത്തെ കേട്ടോ. ഈ 17% വരുന്ന ആളുകൾ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. മേഡം പിടിച്ചോ. മലപ്പുറത്ത് ശോഭായാത്ര മോഹമ്മറിയാണെന്ന മുസ്ലിങ്ങളല്ല, സംഘപരിവാറുകാരാണ്. അതായത് അന്നത്തെ പോലീസ് പറഞ്ഞത് ഈ പറയുന്ന ദൈവം രക്ഷിച്ചു മലപ്പുറം ജില്ലയെ. ഒരു മിനിറ്റ് അത് മൈക്കെടുക്കരുത്. അതായത് പോകുന്ന രീതിയിലല്ല നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. ഒരു മിനിറ്റ് ഇവര് പറഞ്ഞതിന് ഇവിടെ വെച്ച് കൊടുക്കണം. ഒരു മിനിറ്റ് ഒരു പോയിന്റ് മാത്രമേ പറയൂ. ഒരു പോയിന്റ് പറഞ്ഞത്. അതായത് മലപ്പുറത്ത് ശോഭായാത്രയ്ക്ക് വേണ്ടി മോഹമ്മദ് എന്നത് RSകാരനാണ്. കൊടിഞ്ഞി ഫൈസലിനെ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിഞ്ഞി ഫൈസലിനെ കൊന്നത് RSകാരനാണ്. റിയാസ് മൗലവിയെ പള്ളിക്കുള്ളിൽ വെട്ടിക്കൊന്നത് RSകാരനാണ്. 8 വയസ്സിന് എൻഡോസൾഫാൻ ബാധിച്ച ഫഹദിനെ വെട്ടിക്കൊന്നത് RSകാരനാണ്. അൽബുർഗിയെ കൊന്നത് RSകാരനാണ്. ഈ പറയുന്ന ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന യുക്തിവാദിയെ വെട്ടി തുണ്ടെന്നുണ്ടാക്കിയിട്ടത് കത്തോലിക്കക്കാരാണ്. ഓക്കെ, ഇനിയും വേണം തരാൻ ഞാൻ തെളിവുകൾ. അപ്പോ ഇതൊന്നും ഇങ്ങോട്ട് വെക്കരുത്. ഇതൊന്നും ഇനിയിപ്പോ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഇതൊക്കെ പറഞ്ഞു വരച്ച് കേരളത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതിലൊന്നും